സാറേ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ബോഡി മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ആ തല വാട്ട്? ആ തല ആളുടേതല്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ? അല്ല സാറേ, അത് അവളുടേതല്ല, അതെനിക്ക് ഉറപ്പാ. എന്താടോ? ചോദിച്ചു വരുന്നേ ഉള്ളൂ സർ. തങ്കമണി എത്ര നാളെ അവിടെ ജോലിക്ക് നിൽക്കുന്നു? 3 മാസമായി കാണും സാറേ. ഈ കൈക്കെന്ത് പറ്റിയ? ഇതൊന്ന് വീണതാ സാറേ. സംഭവം നടക്കുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല സാറേ, പണിയെല്ലാം തീർത്ത് ഞാൻ വീട്ടിൽ പോവും. രാത്രി നിൽക്കാറില്ല. പിന്നെ വീണതിന്റെ പിറ്റേന്നാ സാറേ സംഭവം. ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. ആ കുട്ടി എന്താ ചെയ്തിരുന്നേ? അതൊരു ഫാൻസി ഷോപ്പ് നടത്തുകയെന്ന് തോന്നുന്നു. എന്താ ഉറപ്പില്ലേ? ഇല്ല സാറേ, ആ കുട്ടി അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ഞാൻ എൻ്റെ പണി ചെയ്യും, പൈസ വാങ്ങും. കുറച്ച് കൂടുതലൊക്കെ ചോദിക്കാതെ തന്നെ തരുന്ന കൂട്ടത്തിലാ. ഒരു പ്രത്യേക സ്വഭാവം സാറേ ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ വീട് എവിടെയാ? കോട്ടയത്തങ്ങ് മറ്റാണെന്ന് തോന്നുന്നു. അതും സംശയം തന്നെ, ഒന്നിനും ഉറപ്പില്ല. അത് സാറേ, സ്വാതിയെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വരാറുണ്ടോ? ഞാനുള്ളപ്പോൾ വരാറില്ല സാറേ. ഫോൺ വിളി പോലും കുറവാ. കൈ എവിടെയാ കാണിച്ചത്? അത് താലൂക്ക് ആശുപത്രിയിലാ സാറേ. പൊക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. ആ സാറേ. സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിട്ടേക്കോ. ഓക്കെ സാർ. ഒറ്റ ചോദ്യം കൂടി, ആ കുട്ടിയുടെ തലക്ക് വേറുള്ള തല ആരുടേതാണ്? അറിയില്ല സാറേ. ആ തല ആരുടേതാണെന്നും അറിയില്ല. എനിക്കറിയില്ല സാറേ. എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കേട്ടുകളില്ലാത്ത സംഭവമാണല്ലോ. കൊലപാതകം നടക്കുന്നു, മരിച്ചയാളുടെ തല മാറ്റി വെക്കുന്നു. എന്താ കഥ? ഒന്നും പറയണ്ട. തല മാറ്റി വെക്കണമെങ്കിൽ മറ്റൊരു പെണ്ണിനെ കൂടി കൊല്ലണ്ടേ? അത് ശരിയാ. പോലീസ് എന്തായാലും പൊക്കും. കേരള പോലീസ് ഇതിലും വലിയ കേസുകളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത്